ഒരു પરિવારના સપનાઓમાં સૂર્યપ્રકાશનો રંગ હતો. આ રોશનીમાં હાસ્ય અને સന്തോഷവും ભરેલું વાતાવરણ લક્ષ્મી અને તેના પતિ રમેશના ઘરમાં હતું. એક સામાન્ય ગ્રામીણ પરિવાર. മജൂരി പണിക്കാരനായിരുന്ന രാമചന്ദ്രന്റെ ചെറിയ വരുമാനം കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. അവർക്ക് മറ്റൊരാശ്രയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പരാതിയുമില്ലാതെ അവർ ജീവിച്ചു. കാലം കടന്നുപോയി. അവരുടെ ജീവിതത്തിൽ നിറം പകർന്നുകൊണ്ട് ഇരട്ടക്കുട്ടികൾ ജനിച്ചു, സംഗീതയും അക്ഷിതയും. രാമചന്ദ്രന്റെ കണ്ണുകൾക്ക് ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ആഹ്ലാദമടക്കാനായില്ല. ലക്ഷ്മി നമ്മുടെ ജീവിതത്തിലെത്തിയ രണ്ട് നക്ഷത്രങ്ങളാണിവർ, അയാൾ പറഞ്ഞു. ഇവരെ വലുതാക്കി വലിയ നിലയിലെത്തിക്കണം. നമ്മുടെ കഷ്ടപ്പാടുകൾ ഇവർ അറിയരുത്. ലക്ഷ്മി ദേവി പുഞ്ചിരിച്ചു. അവളുടെ ലോകം ആ രണ്ട് കുഞ്ഞുമുഖങ്ങളിൽ അവരുടെ ചിരിയിലും കൊഞ്ചലിലും അവൾ തന്റെ എല്ലാ ദുരിതങ്ങളും മറന്നു. രാമചന്ദ്രന്റെ കഠിനാധ്വാനം ആ കുടുംബത്തിന്റെ അടിസ്ഥാനമായിരുന്നു. ദിവസവും അയാൾ പണി കഴിഞ്ഞു വരുമ്പോൾ മക്കൾക്കായി എന്തെങ്കിലും മിഠായിയോ കളിക്കോപ്പുകളോ കൊണ്ടുവരുമായിരുന്നു. ലക്ഷ്മി ദേവി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ രാമചന്ദ്രന്റെ കൈകളിൽ തൊട്ട് പറയും, എന്റെ മക്കളുടെ അന്നമാണ് ഈ കൈകൾ. പക്ഷേ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ഒരു പുലർച്ചെ രാമചന്ദ്രൻ പണിക്കിടെ ഒരു അപകടത്തിൽപ്പെട്ടു. ആശുപത്രിയിലെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ലക്ഷ്മി ദേവിക്ക് ആ വാർത്ത ഉൾക്കൊള്ളാനായില്ല. 3 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെയും ചേർത്തുപിടിച്ച് അവൾ കരഞ്ഞു. ഒരു നിമിഷം കൊണ്ട് അവളുടെ ജീവിതം ഇരുട്ടിലായി. ചുറ്റുമുള്ളവർ അവളോട് സഹതപിച്ചു ചിലർ സഹായം വാഗ്ദാനം ചെയ്തു. അധികം വൈകാതെ തന്നെ അവൾ ഒറ്റപ്പെട്ടു. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ, 2 പെൺകുട്ടികളുള്ള അമ്മ സമൂഹം അവളെ ഒരു ഭാരമായി കണ്ടു. ഇവളെങ്ങനെ ജീവിക്കും? ഈ പെൺകുട്ടികളെ എങ്ങനെ വളർത്തും? പക്ഷേ അവളുടെ കണ്ണുകൾ ആ 2 കുഞ്ഞുമുഖങ്ങളിൽ പതിഞ്ഞപ്പോൾ അവൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിച്ചു. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ തോറ്റുകൊടുക്കില്ല, അവൾ മനസ്സിലുറപ്പിച്ചു. രാമചന്ദ്രന്റെ മരണശേഷം ലഭിച്ച കുറഞ്ഞ തുക കൊണ്ട് അവൾ വീടിന്റെ പുറത്ത് ഒരു ചെറിയ തയ്യൽ കട തുടങ്ങി. അവൾ തന്റെ പഴയ തയ്യൽ മെഷീൻ പുറത്തെടുത്തു. രാത്രിയിലും പകലിലും അവൾ തുണിത്തരങ്ങൾ വിപണിയിൽ നിന്നും പഴയ തുണികൾ ശേഖരിച്ച് അവൾ അതിൽ നിന്ന് കുട്ടിയുടുപ്പുകൾ ഉണ്ടാക്കി. ചിലപ്പോൾ കമ്മീഷൻ അടിസ്ഥാനത്തിൽ അയൽവാസികളുടെ ഓരോ തുന്നലും അവളുടെ നിശ്ചയദാർഢ്യത്തെയായിരുന്നു. ദിവസവും രാത്രി വൈകിയും അവൾ ജോലി ചെയ്തു. മക്കൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അവൾ തന്റെ ജോലിയിലേക്ക് മടങ്ങും. അവളുടെ കൈകൾക്ക് വേദനിക്കുമ്പോൾ, കണ്ണുകൾക്ക് കാഴ്ച മങ്ങുമ്പോഴും അവൾ പറയും, എന്റെ മക്കളുടെ ഭാവിയാണ് ഈ തയ്യൽ മെഷീനിലുള്ളത്. വർഷങ്ങൾ കടന്നുപോയി. സംഗീതയും അക്ഷിതയും വളർന്നു. അവർക്ക് തങ്ങളുടെ അമ്മയുടെ കഷ്ടപ്പാടുകൾ മനസ്സിലായിരുന്നു. അവർ അമ്മയെ സഹായിച്ചു തങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലക്ഷ്മി ദേവി അവരുടെ വിദ്യാഭ്യാസം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മക്കൾ നന്നായി പഠിച്ചു, പ്രത്യേകിച്ച് സംഗീതയും അക്ഷിതയും. അവർ എല്ലാ പരീക്ഷകളിലും ഉയർന്ന മാർക്ക് നേടി. അവർക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്ന മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. സൈന്യത്തിൽ ചേരണമെന്ന ഒരൊറ്റ സ്വപ്നം മാത്രമായിരുന്നു. ലക്ഷ്മി ദേവിക്ക് അത്ഭുതമായി. എന്റെ മക്കൾ ധീരരാകാൻ ആഗ്രഹിക്കുന്നു. അവൾ സന്തോഷിച്ചു. മക്കളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കാൻ അവളിനെ ആശ്ചര്യമായോ. അതിനായി അവൾ കൂടുതൽ കഷ്ടപ്പെട്ടു. പുതിയ കടങ്ങൾ വാങ്ങേണ്ടി വന്നില്ല. ഒരു ദിവസം മക്കൾ അവളോട് സൈന്യത്തിൽ ചേരുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അമ്മ, ഞങ്ങൾ സൈന്യത്തിൽ ചേരാൻ പോവുകയാണ്. രാജ്യത്തെ സേവിക്കണം. ഞങ്ങൾക്ക് നിങ്ങളെ അഭിമാനമുള്ള അമ്മയാക്കണം. അക്ഷിതയും തലയാട്ടി. തന്റെ കഷ്ടപ്പാടുകൾക്ക് ഫലം കണ്ടതിൽ അവൾക്ക് അഭിമാനമുണ്ടായി. അവർ സൈനിക പരിശീലനത്തിനായി യാത്ര പുറപ്പെട്ടപ്പോൾ ലക്ഷ്മി ദേവി അവരെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നിങ്ങൾ എന്റെ അഭിമാനമാധു, ധൈര്യമായി പോയി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, തന്റെ മക്കളുടെ ഭാവിക്കു വേണ്ടി അവൾ കടം വാങ്ങിയ പണം അവളുടെ ജീവിതത്തിൽ ഒരു ദുരന്തമായി മാറാൻ പോകുകയാണ്. സംഗീതയും അക്ഷിതയും വീട്ടിൽ നിന്നും പോയ ശേഷം ലക്ഷ്മി ദേവിയുടെ ജീവിതം വീണ്ടും ഒറ്റപ്പെട്ടതായി. മക്കളുടെ ശബ്ദം കേൾക്കാനും അവരുടെ ചിരി കാണാനും കഴിയാത്തത് അവൾക്ക് വേദന നൽകി. എങ്കിലും അവരുടെ നല്ല ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾക്ക് ആശ്വാസം ലഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് വസന്തൻ എന്ന വ്യക്തി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഗ്രാമത്തിലെ ഏറ്റവും ധനികനും സ്വാധീനമുള്ളവനുമായിരുന്നു വസന്തൻ. അയാൾക്ക് പണം കൊടുക്കുന്നതിൽ പ്രത്യേക താൽപര്യമുണ്ടായിരുന്നു. എന്നാൽ അയാളുടെ പലിശയുടെ നിരക്ക് ഭീമമായിരുന്നു. ലക്ഷ്മി ദേവിക്ക് അന്ന് മക്കളുടെ പരിശീലനത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ചിലവിനായി
50,000 രൂപയുടെ ആവശ്യം വന്നു. മറ്റു വഴികളില്ലാതെ അവൾ വസന്തന്റെ അടുത്തേക്ക് പോയി. വസന്തന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ അവൾക്ക് ചെറിയ ഭയമുണ്ടായി. എങ്കിലും മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അവൾക്ക് ധൈര്യം നൽകി. അവൾ അകത്തേക്ക് കയറി. വസന്തൻ അവളെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. അയ്യോ ലക്ഷ്മി ദേവിയോ, എന്ത് വേണം? അയാൾ ചോദിച്ചു. ലക്ഷ്മി ദേവി തന്റെ ആവശ്യം പറഞ്ഞു. അപ്പോൾ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മി ദേവി, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ ഞാൻ സഹായിക്കാം. അയാൾ വളരെ നല്ലവനായി സംസാരിച്ചു. അയാൾ ഒരു കടലാസ് എടുത്ത് ഒപ്പിടാൻ കൊടുത്തു. അവൾ ആ കടലാസിൽ ശ്രദ്ധിച്ചില്ല ഒപ്പിട്ടു. അപ്പോഴാണ് അവൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ തുടങ്ങിയത്. എല്ലാ മാസവും മുടങ്ങാതെ പലിശ നൽകണമെന്ന് അയാൾ നിർബന്ധിച്ചു. പണം നൽകാൻ വൈകിയാൽ എന്തു സംഭവിക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. എന്നാൽ തന്റെ കച്ചവടം കുറഞ്ഞപ്പോൾ അവൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടാൻ തുടങ്ങി. ഒരു ദിവസം അവൾ വസന്തന്റെ വീട്ടിലേക്ക് പോയി. സാറേ, 2 വർഷമായി ഞാൻ നിങ്ങൾക്ക് പലിശ നൽകുന്നു. പക്ഷേ യഥാർത്ഥ കടം ഇനിയും തീർന്നില്ല. ഈ മാസം എന്റെ കൈവശം പണമില്ല. എന്റെ മക്കൾക്ക് ഇപ്പോൾ സൈന്യത്തിൽ ജോലി കിട്ടി. അടുത്ത മാസം അവരുടെ ശമ്പളം ലഭിച്ചു തുടങ്ങുമ്പോൾ ഞാൻ കടവും പലിശയും ഒരുമിച്ച് തന്നോളാം. ദയവായി ഈ തവണ എന്നെ ഒഴിവാക്കണം. വസന്തന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അയാൾ ദേഷ്യത്തോടെ അലറി, അയ്യോ, നീ ഒരുപാട് നാടകം കളിക്കരുത്. വേഗം പണമെടുക്കല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടി. ലക്ഷ്മി ദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, സത്യമാണ് പറയുന്നത്. ഈ മാസം പണം ശേഖരിക്കാൻ എനിക്ക് കഴിയില്ല. അടുത്ത മാസം 2 മാസത്തെ പലിശയും ഒരുമിച്ച് തന്നു. വസന്തൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നോക്കടുത്ത മാസം പണം തന്നില്ലെങ്കിൽ ഈ വീടും ഭൂമിയും എന്റേതാകും. ഓർമ്മ വെച്ചോ, ഈ ഭീഷണികൾ ലക്ഷ്മി ദേവിയെ മാനസികമായി തളർത്തി. ഓരോ ദിവസവും അവൾ ഭയത്തോടെ ജീവിച്ചു. രാത്രികളിൽ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മക്കളെ ഫോണിൽ വിളിക്കുമ്പോൾ അവൾ സന്തോഷത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചു. അമ്മ സുഖമായിരിക്കുന്നു മക്കളെ, നിങ്ങൾ നന്നായി ജോലി ചെയ്യുക, ഇവിടെ ഒരു പ്രശ്നവുമില്ല, അവൾ പറഞ്ഞു. പക്ഷേ അവളുടെ കണ്ണുകൾ ഭയം കാരണം നിറഞ്ഞിരുന്നു. അവൾക്ക് മക്കളെ വിഷമിപ്പിക്കാൻ കഴിഞ്ഞില്ല. വസന്തന്റെ ക്രൂരത നാൾക്കുനാൾ വർദ്ധിച്ചു. അയാൾ പലപ്പോഴും അവളുടെ കടയിൽ വന്ന് ഫോൺ കർത്തി അവൾക്ക് പണം നൽകാൻ കഴിയാത്തപ്പോൾ അയാൾ അവളെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് ആളുകളുടെ മുന്നിൽ ഭിക്ഷ യാചിച്ചു. പക്ഷേ വസന്തന്റെ ഭയം കാരണം ആരും അവളെ സഹായിക്കാൻ വന്നില്ല. അവസാനം ഒരു ദിവസം വസന്തന്റെ ദേഷ്യം നിയന്ത്രണാതീതമായി. പണം ആവശ്യപ്പെട്ട് അയാൾ വന്നപ്പോൾ ലക്ഷ്മി ദേവിയുടെ കൈവശം കൊടുക്കാൻ പണമില്ലായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അയാളോട് യാചിച്ചു, കുറച്ച് സമയം തരണം. പക്ഷേ അയാൾക്ക് ദയയുടെ ഒരു തരി പോലുമില്ലായിരുന്നു. അയാൾ അവരെ തള്ളി. നിലത്ത് വീണ ലക്ഷ്മി ദേവിയുടെ അടുത്ത് ആരും വരാൻ ധൈര്യപ്പെട്ടില്ല. ആളുകൾ കാഴ്ചക്കാരായിരുന്നു. അവരുടെ നിസ്സഹായതയാണ് വസന്തന് ധൈര്യം നൽകിയത്. വസന്തൻ ഫോണെടുത്ത് ഒരു JCB വിളിച്ചു വരുത്തി. ഇവളുടെ വീട് ഇന്നു തന്നെ ഈ വീട് ഇനി എന്റേതാണ് അയാൾ ആക്രോശിച്ചു. JCB മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. തന്റെ സ്വപ്നങ്ങളും ഓർമ്മകളും നിറഞ്ഞു നിന്ന് വീട് തകർന്നു വീഴുന്നത് ലക്ഷ്മി ദേവി നിസ്സഹായയായി നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവളുടെ ഹൃദയം തകർന്നു. ഈ ദുരന്തം മക്കൾ അറിയരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ അവർ അറിയാൻ പോകുകയായിരുന്നു ഒരു ചെറിയ വീഡിയോയുടെ രൂപത്തിൽ. ലക്ഷ്മി ദേവിയുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിർത്തിയിലെ മഞ്ഞുമൂടിയ മലനിരകളിൽ സംഗീതയും അക്ഷരയും രാജ്യസേവനം നടത്തുകയായിരുന്നു. അവർ ഭാരതത്തിന്റെ അഭിമാനങ്ങളായിരുന്നു. എന്നാൽ സംഗീതയ്ക്ക് തോന്നിയിരുന്നു അമ്മയുടെ ശബ്ദത്തിൽ ഒരു ചെറിയ വിറയലുണ്ട്. അമ്മയുടെ ചിരിക്ക് മുൻപുണ്ടായിരുന്ന തെളിച്ചമില്ലെന്നും അവൾ ശ്രദ്ധിച്ചിരുന്നു. അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ചോദിച്ചു. ഒന്നുമില്ല മോളെ, അമ്മയ്ക്ക് സന്തോഷം കൊണ്ടാണ്. എന്റെ പെൺമക്കൾ രാജ്യത്തെ സേവിക്കുന്നത് കാണുമ്പോൾ ഏതമ്മയാണ് സന്തോഷിക്കാത്തത്? ലക്ഷ്മി ദേവി പറഞ്ഞ് ചിരിക്കും. ആ ചിരിയിൽ ഒളിപ്പിച്ച വേദന സംഗീത മനസ്സിലാക്കാതെ പോയി. അക്ഷിതയും ആ മാറ്റം ശ്രദ്ധിച്ചിരുന്നു. അമ്മയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ വിഷമമുണ്ടാകും. അക്ഷിത സംഗീതയോട് പറഞ്ഞു. അവർ ആ വേദനയെ ഒറ്റപ്പെടലായി മാത്രം കണ്ടു. കാരണം തങ്ങളുടെ അമ്മ ജീവിതത്തിൽ ഇത്രയധികം ദുരിതങ്ങൾ സഹിച്ച അമ്മതകളോട് ഒരു പ്രശ്നവും മറച്ചുവെക്കില്ലെന്ന് അവർ വിശ്വസിച്ചു. പണം ആവശ്യപ്പെട്ട് വസന്തൻ വീണ്ടും വീട്ടിലെത്തി. ഇത്തവണ അയാൾ ലക്ഷ്മി ദേവിയുടെ ശരീരത്തിൽ കൈവച്ചു. വേഗം പണം തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിന്നെ എടുത്തോളാം, അയാൾ അലറി. ലക്ഷ്മി ദേവി പേടിച്ച് വിറച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ വീണു.
സാറേ, ദേ ഉണ്ടാകണം. സാംഭળીને તેઓ સરહદના എന്റെ મુશ્કેલ മക്കൾ જીવનને സൈന്യത്തിലാണ്. થોડા સમય માટે ભૂલી അവരുടെ જતી. ശമ്പളം കിട്ടിയാൽ સોનલ എല്ലാം પૂછતી, ഞാൻ തിരിച്ചു "માત തരാം." મેં મજામાં છો?" പക്ഷേ અહીં വസന്തന് ખૂબ ઠંડી છે. ദയുണ്ടായിരുന്നില്ല. કિરણ કહેતી, അയാൾ "મામારે ലക്ഷ്മീദേവിയെ રજાઓમાં തള്ളി ઘરે താഴെയിട്ടു. આવવું છે. તમે അവൾ મારી നിലത്തു મનપસંદ വീണപ്പോൾ વાનગીઓ അവളുടെ બનાવજો." കൈമുട്ടിന് മുറിവേറ്റു. લક્ષ્મી ખુશીથી എന്റെ હસતી, മക്കൾ "હું મારા സൈന്യത്തിലാണെന്ന് നീ બાળકોને പറഞ്ഞാൽ જોવા മതി. માટે રાહ જોઉં അതുകൊണ്ട് છું." തന്നെ തന്റെ તેમના മുറിവുകൾ അവൾ અવાજમાં മറച്ചു હંમેશા വെച്ചു. ખુશી જ ભરેલી ഫോണിൽ રહેતી. സംസാരിക്കുമ്പോൾ પણ മുറിവുകൾ સોનલને കാണാത്ത લાગતું രീതിയിൽ કે അവൾ માતાના ക്യാമറ വെച്ചു. અવાજમાં થોડી ધ્રુજારી છે. അവളുടെ ഹൃദയം വേദന માતાના കൊണ്ട് നീറി. હાસ્યમાં પહેલા જેવી എങ്കിലും ચમક ഒരു નથી, പുഞ്ചിരിയോടെ તે അവൾ પણ പറഞ്ഞു, તેણે જોયું હતું. മോളെ માં ഇന്ന് કોઈ പുതിയൊരു તકલીફ છે? ഡിസൈൻ તેણે തുന്നാൻ પૂછ્યું. કંઈ નથી അതിന്റെ બેટા, હું സന്തോഷത്തിലാണ് ખુશ ഞാൻ. છું. મારી ഗ്രാമത്തിലെ દીકરીઓ പാവപ്പെട്ട દેશની ജനങ്ങളെ સેવા કરી રહી വസന്തൻ છે. എങ്ങനെ તે ചൂഷണം જોઈને કઈ ചെയ്യുന്നുവെന്ന് માતા ખુશ കുറച്ചുപേർക്ക് ન થાય? അറിയാമായിരുന്നു. લક્ષ્મી આ કહીને હસી. അതിലൊരാളായിരുന്നു તે હાસ્યમાં രാഹുൽ, ഒരു છુપાયેલી ചെറുപ്പക്കാരൻ. પીડા સોનલ સમજી શકી അവന്റെ નહીં. അച്ഛൻ કિરણને પણ വസന്തനിൽ તે നിന്ന് ફેરફાર കടം લાગ્યો വാങ്ങിയതിന് હતો. സ്വന്തം ഭൂമി માને നഷ്ടപ്പെട്ടതിന്റെ એકલાપણું കഥ લાગતું അവൻ હશે. മറന്നിരുന്നില്ല. કિરણે સોનલને કહ્યું, വസന്തനെതിരെയുള്ള તેઓ പോരാട്ടം તે അവന്റെ પીડાને માત્ર സ്വപ്നമായിരുന്നു. એકલતા പക്ഷേ તરીકે જ ഒറ്റയ്ക്ക് જોઈ. പോരാടാനുള്ള કારણ કે ശക്തി તેઓ માનતી അവനില്ലായിരുന്നു. હતી કે તેમની માતા જેણે അവൾ അതിർത്തിയിൽ જીવનમાં આટલી രാജ്യത്തെ બધી സംരക്ഷിച്ചു. તકલીફો പക്ഷേ સહન സ്വന്തം કરી છે അമ്മയെ તે സംരക്ഷിക്കാൻ તેમની അവൾക്ക് પાસે કોઈ കഴിഞ്ഞില്ല. સમસ્યા ഈ છુપાવશે નહીં. നിസ്സഹായത അവളെ തളർത്തി. પૈસા લેવા માટે അവൾ ഉടൻ પ્રકાશ തന്നെ ચંદ ફરી അക്ഷിതയെ ઘરે വിളിച്ചു. આવ્યો. അക്ഷി આ ഒരു વખતે വീഡിയോ તેણે കാണും. લક્ષ્મીના വേഗം. શરીર પર അക്ഷിത હાથ വീഡിയോ મૂક્યો. കണ്ടപ്പോൾ જલ્દી അവളുടെ પૈસા കണ്ണുകളും આપ. നിറഞ്ഞു. નહીં તો હું അവളുടെ તને രോഷം લઈ જઈશ. તે ആകാശത്തോളം ગર્જના ഉയർന്നു. કરતો હતો. സംഗീത നമുക്ക് લક્ષ્મી ഇപ്പോൾ ડરથી വീട്ടിലേക്ക് થરથરવા പോകണം. લાગી. તે રડતા നിയമത്തിന് રડતા മുന്നിൽ તેના വസന്തനെ પગમાં પડી ગઈ. തലകുനിപ്പിക്കണം. શેઠ દયા അവർ કરો. തീരുമാനിച്ചു. મારા ബാળકો അവർ સેનામાં അവരുടെ છે. તેમનો മേലുദ്യോഗസ്ഥന്റെ પગાર അടുത്ത് പോയി મળશે വീഡിയോ ત્યારે હું കാണിച്ചു. બધું પાછું സർ, આપી દઈશ. ഞങ്ങൾക്ക് അവധി വേണം. પણ પ્રકાશ ഞങ്ങളുടെ ચંદ્રને દયા അമ്മയ്ക്ക് ન നീതി આવી. ലഭിക്കണം. તેણે സംഗീത പറഞ്ഞു. લક્ષ્મીને ધક્કો મારીને નીચે മേലുദ്യോഗസ്ഥൻ પાડી દીધી. വീഡിയോ તે കണ്ടപ്പോൾ નીચે પડતા ഞെട്ടി. તેના ഇത് કોણીમાં ഞങ്ങളുടെ ઈજા થઈ. അമ്മയെ മാത്രം જો તું ബാധിക്കുന്ന કહે કે તારા പ്രശ്നമല്ല. બાળકો ഇത് સેનામાં છે, രാജ്യത്തെ આ ഓരോ ગામમાં મારું નામ જ സാധാരണക്കാരന്റെയും કાયદો છે. പ്രശ്നമാണ്. તેણે બૂમ പണത്തിന്റെ પાડી. പേരിൽ લોકો ഒരാളുടെ ജീവിതം આસપાસ ભેગા തകർക്കാൻ થયા. ആർക്കും કોઈ આગળ അവകാശമില്ല. આવ્યું નહીં. അക്ഷിത ദേഷ്യത്തോടെ પ્રકાશ പറഞ്ഞു. ચંદની ભયંકર മേലുദ്യോഗസ്ഥൻ ધમકીને അവർക്ക് કારણે ഉടൻ തന്നെ તેમની അവധി જીભ നൽകി. હલી નહીં. നിങ്ങൾക്ക് એક പോകാം. વૃદ્ધ સ્ત્રીએ ഞങ്ങൾ നിങ്ങളുടെ રડતા കൂടെയുണ്ട്. રડતા તેમને അയാൾ વિનંતી പറഞ്ഞു. કરી. તમે സംഗീതയും મહેરબાની അക്ഷിതയും કરીને ഉടൻ തന്നെ તે മാતાને തങ്ങളുടെ મદદ ബാഗ് કરો. പാക്ക് ചെയ്തു. પણ કોઈ હલ્યું വീട്ടിലേക്ക് નહીં. തിരികെ വരാനുള്ള પ્રકાશ ચંદનો അവരുടെ ડર യാത്ര ഒരു આખા ગામ પર പോരാട്ടത്തിനുള്ള હાવી હતો. യാത്രയായി മാറി. അവരുടെ લક્ષ્મીને മനസ്സിൽ ઈજા ഒരൊറ്റ કરતા વધુ ലക്ഷ്യം മാത്രമേ બાળકોની યાદ ഉണ്ടായിരുന്നുള്ളൂ. મનમાં હતી. തങ്ങളുടെ પોતે അമ്മയ്ക്ക് આટલી અપમાનિત നീതി થઈ છે ലഭിക്കണം. અને તેમને ખબર ദൂരെ નથી നിന്ന് તે વિચાર ഗ്രാമത്തിന്റെ તેને കാഴ്ച તોડી കണ്ടപ്പോൾ નાખતો હતો. സംഗീതയുടെയും તે ઈચ્છતી അക്ഷിതയുടെയും હતી કે ഹൃദയം તેની ഇടിപ്പുകൂടി. તકલીફો તેના ഓരോ બાળકો પર നിമിഷവും ભાર അവരുടെ ન മനസ്സിൽ બને. ആ તેથી വീഡിയോയിലെ તેણે પોતાની ദൃശ്യങ്ങളായിരുന്നു. ઈજાઓ છુપાવી ഒരുപാട് રાખી. സ്വപ്നങ്ങളും જ્યારે ഓർമ്മകളുമുള്ള તે ഫോൺ પર അവരുടെ વાત કરતી, ബീജസിബിയുടെ ત્યારે ക്രൂരമായ કેમેરા കൈകളാൽ એવી રીતે ગોઠવતી തകർന്നടിഞ്ഞു કે ઈજાઓ കിടക്കുന്നത് ન അവർ દેખાય. മനസ്സിൽ കണ്ടു. તેનું હૃદય അവർ દુઃખથી સળગી ഗ്രാമത്തിലെത്തി. રહ્યું હતું. ദൂരെ તેમ നിന്ന് തന്നെ છતાંય തകർന്ന સ્મિત સાથે വീടിന്റെ കാഴ്ച તેણે കണ്ടപ്പോൾ કહ્યું, സംഗീതയുടെ "બેટા, આજે കണ്ണുകൾ એક નવી നിറഞ്ഞു. ડિઝાઇન સીવી അമ്മേ, શકી." അവൾ તેની കരഞ്ഞു. ખુશીમાં શું? അക്ഷിതയുടെ കണ്ണുകളും നിറഞ്ഞു. ગામના അവർ કેટલાક വണ്ടി ગરીબ લોકોને നിർത്തി ખબર ഓടി. હતી કે അവിടെ પ્રકાશ ચંદ വീടിന്റെ ગરીબોનું സ്ഥാനത്ത് શોષણ ഒരു કેવી રીતે മൺകൂര કરે മാത്രം. છે. തെരുമക്കളിലെ તેમાંથી એક ചുമരിൽ અર્જુન નામનો ഒരു યુવાન വാതിൽ હતો. മാത്രം તેના അവശേഷിച്ചിരുന്നു. પિતાએ પ્રકાશ ലക്ഷ്മി ચંદ ദേവി પાસેથી ഒരു લોન മൂലയിൽ લીધી અને തളർന്നിരിക്കുന്ന પોતાની കാഴ്ച જમીન അവർ ગુમાવી കണ്ടു. દીધી તેની વાર્તા તે ભૂલ્યો അവർ નહોતો. അമ്മയുടെ അടുത്ത് ചെന്ന് પ્રકાશ കെട്ടിപ്പിടിച്ചു. ચંદ સામે લડવું അമ്മേ, તેનું સપનું હતું. എന്തിനാണ് પણ ഞങ്ങളോടൊന്നും એકલા લડવાની പറയാതിരുന്നത്? શક્તિ તેની પાસે ഞങ്ങൾ ഇവിടെ નહોતી. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ તે સવારે സംഭവിക്കില്ലായിരുന്നു. જ્યારે પ્રકાશ സംഗീത ચંદ കരഞ്ഞുകൊണ്ട് JCB સાથે ചോദിച്ചു. લક્ષ્મીના ലക്ഷ്മി ઘર ദേവി સામે മറുപടി പറയാൻ પહોંચ્યો ત્યારે ശ്രമിച്ചു. പക്ഷേ અર્જુન ત્યાં വാക്കുകൾ દોડી അവളുടെ આવ્યો. തൊണ്ടയിൽ നിന്ന് വന്നില്ല. તેના મનમાં એક അവളുടെ વિચાર ચમકી കണ്ണുകളിൽ ગયો. ഭയവും આ ക്રૂરતા നിസ്സഹായതയും દુનિયાએ നിറഞ്ഞിരുന്നു. જોવી જોઈએ. അക്ഷിത તેણે അമ്മയുടെ കൈകളിൽ પોતાનો മുറുകെ મોબાઈલ പിടിച്ചു. ફોન કાઢ્યો അമ്മ અને બધું ധൈര്യമായിരിക്കണം. રેકોર્ડ કરવા ഞങ്ങൾ લાગ્યો. നിങ്ങളുടെ കൂടെയുണ്ട്. લક્ષ્મી પ્રકાશ ഇനി ચંદના ആരെയും પગમાં પડીને പേടിക്കരുത്. રડી રહી છે. ലക്ഷ്മി પ્રકાશ ദേവി ચંદ മക്കളുടെ ક્રૂરતાપૂર્વક હસી കണ്ണുകളിലേക്ക് રહ્યો നോക്കി. છે અને അവരുടെ JCB കണ്ണുകളിൽ ઘર તોડી അവൾക്ക് રહ્યું છે. ധൈര്യവും માઇનસ ദൃഢനിശ്ചയവും આ കാണാൻ બધું കഴിഞ്ഞു. તેણે કોઈ ആ ભાવના વગર കണ്ണുകൾ રેકોર્ડ അവൾക്ക് કર્યું. പുതിയൊരു പ്രതീക്ഷ നൽകി. જીતની ખાતરી അവർ કરીને അമ്മയെ પ્રકાશ ચંદ താങ്ങി ગયો ഒരു ત્યારે ചെറിയ અર્જુન വീടിന് ઝડપથી മുന്നിലെത്തി. ઘરે ગયો. ഗ്രാമത്തിലെ ചില તેણે ആളുകൾ સોશિયલ അവർക്ക് મીડિયા પર એક താമസിക്കാൻ અકાઉન્ટ സ്ഥലം બનાવ્યું നൽകിയിരുന്നു. અને વિડીયો അവർ અપલોડ അമ്മയെ કર્યો. അവിടെ ഇരുത്തി. આ മാરી അമ്മ માતાની પીડા നടന്നതെല്ലാം છે. ഞങ്ങളോട് આ പറയണം. કાયદાનું ઉલ્લંઘન സത്യം છે. പുറത്തു വരണം. આ શીર્ષક સાથે സംഗീത તેણે പറഞ്ഞു. પોસ્ટ કર્યું. ലക്ഷ്മി ദേവി થોડા કલાકોમાં വസന്തനുമായിട്ടുണ്ടായിരുന്ന വീഡിയോ વાયરલ കടത്തെക്കുറിച്ചും સેંકડો അയാൾ લોકોએ പണം તેને ആവശ്യപ്പെട്ട് શેર કર્યો. അവളെ હજારો લોકોએ તેને പീഡിപ്പിച്ചതിനെക്കുറിച്ചും જોયો. ഒടുവിൽ വീട് જ્યારે തകർത്തതിനെക്കുറിച്ചും વિડીયો എല്ലാം સોનલના കണ്ണീരോടെ મોબાઈલ પર വിവരിച്ചു. પહોંચ્યો ત્યારે ഓരോ તે വാക്കും ડ્યુટી પર കേൾക്കുമ്പോൾ હતી. તેને സംഗീതയുടെയും એક നോટિફિકેશન അക്ഷിതയുടെയും આવ્યું. രോഷം വർദ്ധിച്ചു. તમારે જોવો ഇയാൾക്ക് જોઈએ એવો ഇതിന് ശിക്ഷ વિડીયો. ലഭിച്ചിരിക്കും. તેણે അക്ഷിത તેને ദേഷ്യത്തോടെ ખોલીને പറഞ്ഞു. જોયો. પહેલી അന്ന് નજરમાં તે വൈകുന്നേരം સમજી ലക്ഷ്മി શકી ദേവി નહીં. മക്കളോടൊപ്പം પણ જ્યારે പോലീസ് તેણે സ്റ്റേഷനിലേക്ക് પોતાની പോയി. માતા અને അവളുടെ ઘર જોયું മുഖത്ത് ત્યારે ഒരു പുതിയ તેનું લોહી ആത്മവിശ്വാസം ઉકળી ગયું. ഉണ്ടായിരുന്നു. તે ഭയത്തിന് പകരം આશ્ચર્યચકિત થઈ അവൾക്ക് ગઈ. ധൈര്യവും તેની આંખોમાંથી ദൃഢനിശ്ചയവും આંસુ વહેવા ലഭിച്ചിരുന്നു. લાગ્યા. તેનું હૃદય സംഗീതയും તૂટી അക്ഷിതയും ગયું. യൂണിഫോം તે રડી ധരിച്ച് પડી. പോലീസുകാരുടെ മുന്നിലെത്തി. માં તે રડી. ഇൻസ്പെക്ടർ മാതാ കസേരയിലിരുന്ന് તમે ഫയലുകൾ આટલી મોટી നോക്കുകയായിരുന്നു. મુશ્કેલી એકલા સહન അയാൾ કરી રહ્યા હતા.
ഉയർത്തി ചോദിച്ചു તેને എന്താണ് વિશ્વાસ ન വേണ്ടത് થયો. സംഗീത તે മുന്നോട്ട് સરહદ വന്ന് પર പറഞ്ഞു દેશનું રક્ષણ സർ ഞങ്ങൾ કરતી ഒരു હતી പരാതി પણ നൽകാൻ પોતાની വന്നതാണ് માતાનું રક્ષણ വസന്തൻ ન എന്നൊരാൾ કરી എന്റെ શકી. അമ്മയെ ആ വർഷങ്ങളോളം લાચારીએ તેને പലിശയുടെ તોડી പേരിൽ નાખી. ചൂഷണം ചെയ്തു તેણે ഞങ്ങൾക്ക് તરત જ തെളിവുകളുണ്ട്. કિરણને ફોન કર્યો. വീഡിയോ કિરણે സാമൂഹിക વિડિયો જો. മാധ്യമങ്ങളിൽ જલ્દી. કિરણે વિડિયો જોયો ત્યારે તેની આંખો પણ ભરાઈ ગઈ. તેનો ગુસ્સો આકાશ સુધી પહોંચી ગયો.
સોનુ, આપણે നോക്കരുത്. તરત જ ઘરે જવું જોઈએ. വസന്തന്റെ કાયદા കാര്യമാണ്. સામે પ્રકાશચંદને അയാൾ ઝુકાવવો જ પડશે. ഗ്രാമത്തിലെ તેઓએ નિર્ણય ഒരു કર્યો. വലിയ તેઓ മനുഷ്യനാണ്. પોતાના ઉપરી અધિકારી પાસે ગયા અને അയാൾക്കെതിരെ તેમને વિડિયો പോകുന്നത് બતાવ્યો. എളുപ്പമല്ല. સર, અમને રજા જોઈએ છે. മുകളിൽ અમારી നിന്ന് માતાને ન્યાય મળવો സമ്മർദ്ദം જોઈએ, വരാൻ સોનલે કહ્યું. സാധ്യതയുണ്ട്. ઉપરી અધિકારીએ പറഞ്ഞു. વિડિયો જોયો ત્યારે તે ચોંકી ગયા. അക്ഷിത આ ફક્ત ഉടൻ અમારી തന്നെ માતાની മുന്നോട്ട് સમસ્યા വന്നു. નથી. આ દેશના അവൾ દરેક തന്റെ સામાન્ય માણસની സൈനിക સમસ્યા છે. ID കാർഡ് પૈસાના નામે કોઈને മേശപ്പുറത്ത് પણ വെച്ചു. કોઈનું જીવન બરબાદ કરવાનો ഞാൻ અધિકાર નથી. ലെഫ്റ്റനന്റ് કિરણે അക്ഷിത ગુસ્સાથી કહ્યું. ശർമ്മ ഇന്ത്യൻ ઉપરી ആർമി. અધિકારીએ તેમને તરત જ રજા സംഗീതയും આપી. തന്റെ તમે જઈ ID શકો છો. കാർഡ് અમે കാണിച്ചു. તમારી સાથે છીએ, તેણે ഞാൻ કહ્યું. ക്യാപ്റ്റൻ സംഗീത સોનલ અને ശർമ്മ. કિરણે તરત જ પોતાની બેગ ഇപ്പോൾ પેક કરી. നിങ്ങൾക്ക് ઘરે മനസ്സിലായോ પાછા ફરવાની ഞങ്ങൾ તેમની યાત્રા ആരാണെന്ന്? એક લડાઈની યાત્રા બની ഉടൻ ગઈ. തന്നെ તેમના મનમાં FIR એક જ લક્ષ્ય രജിസ്റ്റർ હતું. ചെയ്തില്ലെങ്കിൽ તેમની માતાને ഈ ન્યાય મળવો വിഷയം જોઈએ. SP-യുടെയും દૂરથી ગામ જોયું ત્યારે SDM સોનલ અને ന്റെയും કિરણના હૃદયના ഓഫീസിലെത്തും. ધબકારા વધી ગયા. അപ്പോൾ દરેક ક્ષણ તેમના നിങ്ങളുടെ મનમાં તે વિડિયોના ജോലി દૃશ્યો હતા. നിലനിർത്തുന്നത് ઘણા સપનાઓ અને યાદોથી എളുപ്പമായിരിക്കില്ല. ભરેલું તેમનું ઘર જેસીબીના ક્રૂર ઇન્સ્પેક્ટર હાથોથી તૂટીને અંબરનો. પડેલું છે તે તેમણે મનમાં അയാളുടെ જોયું. മുഖത്ത് તેઓ ગામ ഭയം પહોંચ્યા. വ്യക്തമായി. દૂરથી જ તૂટેલા ઘરનું ശരി. દૃશ્ય જોયું ત્યારે മാഡം સોનલની ക്ഷമിക്കണം. આંખો ભરાઈ ગઈ. ഞാൻ മാ, നിങ്ങളെ તે રડી. തിരിച്ചറിഞ്ഞില്ല. કિરણની આંખો પણ ભરાઈ ഞാൻ ગઈ. ഇപ്പോൾ તેઓએ തന്നെ ગાડી റിപ്പോർട്ട് રોકીને દોડ എഴുതുന്നു. લગાવી. ત્યાં അയാൾ ઘરની જગ્યાએ ഉടൻ માત્ર തന്നെ એક માટીનો ઢગલો હતો. FIR રસોડાની દિવાલ પર രേഖപ്പെടുത്തി. માત્ર એક દરવાજો બચ્યો હતો. അനധികൃത લક્ષ્મીને એક പണമിടപാട് ખૂણામાં બેઠેલી જોઈને ഭീഷണിപ്പെടുത്തൽ તેઓ വീട്, નજીક ગયા અને તેને തകർക്കൽ ગળે લગાવી. എന്നീ കുറ്റങ്ങൾ માં, ചുമത്തി. તમે અમને કંઈ કેમ ન કહ્યું? സംഗീത જો અમે പറഞ്ഞു, અહીં હોત તો ഇപ്പോൾ આવું ન തന്നെ થયું હોત. വസന്തനെ સોનલે അറസ്റ്റ് રડતા રડતા ചെയ്യണം. પૂછ્યું. લક્ષ્મી ഇൻസ്പെക്ടർ જવાબ മടിച്ചു. આપવાનો પ્રયાસ કર્યો પણ તેના മാഡം ગળામાંથી ഇപ്പോൾ શબ્દો ન નીકળ્યા. വൈകുന്നേരമായി તેની രാവിലെ આંખોમાં ડર અને അറസ്റ്റ് લાચારી ചെയ്യാം. ભરેલી હતી. કિરણે અક્ષત માતાના હાથ ദേഷ്യത്തോടെ મજબૂતીથી പറഞ്ഞു. પકડ્યા. માતને രാവിലെ હિંમત રાખો. എന്തിനാണ്? અમે તમારી સાથે എന്റെ છીએ. അമ്മയുടെ હવે કોઈથી വീട് ડરવાની જરૂર નથી. വൈകുന്നേരമല്ലേ લક્ષ્મીએ બાળકોની തകർത്തത്? આંખોમાં જોયું. അറസ്റ്റും તેમની ഇപ്പോൾ આંખોમાં തന്നെ તેને હિંમત നടക്കണം. અને નિશ્ચય જોવા મળ્યો. તે ഇൻസ്പെക്ടർക്ക് આંખોએ മറ്റു તેને એક નવી આશા വഴിയുണ്ടായിരുന്നില്ല. આપી. તેઓ પોલીસદાર માતાને ટેકો આપીને જીપ એક નાનકડા ઘર તૈયાર સામે કરવાની. પહોંચ્યા. ગામના કેટલાક લોકોએ તેમને રહેવા માટે അക്ഷിതയും જગ્યા આપી હતી. അവരോടൊപ്പം കയറി. તેઓએ മാતાને ત્યાં બેસાડી. വൈകുന്നേരം માજે പോലീസ് કંઈ થયું તે ജീപ്പ് બધું અમને કહો. വസന്തന്റെ വലിയ સત્ય બહાર വീടിന് આવવું മുന്നിലെത്തി. જોઈએ. સોનલે કહ્યું. പോലീസിനെ લક્ષ્મીએ കണ്ടപ്പോൾ પ્રકાશચંદ അവന്റെ સાથેના દેવા ഗുണ്ടകൾ વિશે તેણે કેવી રીતે പരിഭ്രാന്തരായി. તેને હેરાન કરી અને છેલ્લે ഇൻസ്പെക്ടർ ઘર તોડી പറഞ്ഞു, નાખ્યું. તે બધું വാതിൽ આંસુઓ തുറക്കൂ. સાથે વર્ણવ્યું. ഞങ്ങൾക്ക് દરેક શબ્દ വസന്തനെ સાંભળીને കാണണം. સોનલ અને કિરણનો ગુસ્સો વધતો അകത്തു ગયો. നിന്ന് આ માણસને വസന്തന്റെ તેની સજા ശബ്ദം મળશે જ. വന്നു. કિરણે ગુસ્સાથી કહ્યું. તે വാതിൽ જ સાંજે തുറന്നു. લક્ષ્મી બાળકો સાથે પોલીસ പോലീസ് સ્ટેશન ગઈ. വീടിനകത്തേക്ക് તેના ચહેરા પર കയറി. એક નવો આત્મવિશ્વાસ હતો. പോലീസിനെയും ડરને બદલે તેને സംഗീതയെയും હિંમત અને નિશ્ચય મળ્યા હતા. അക്ഷിതയെയും കണ്ടപ്പോൾ સોનલ અને કિરણ વસന്തൻ યુનિફોર્મ ചിരിച്ചു. પહેરીને પોલીસ કર્મીઓ સામે കൊള്ളാം, ગયા. ഇത് ઇન્સ્પેક્ટર രസകരമായിരിക്കുന്നു. ખુરશીમાં બેસીને ફાઇલો જોઈ રહ્યા હતા. ഇത്രയും വർഷമായി તેણે માથું ઊંચું എന്നെ કરીને അറസ്റ്റ് પૂછ્યું, ചെയ്യാൻ શું જોઈએ છે? ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. સોનલ આગળ આવીને કહ્યું, સર, અમે ആരാണ് ફરિયાદ എന്നെ નોંધાવવા അറസ്റ്റ് આવ્યા છીએ. ചെയ്യുന്നതെന്ന് પ્રકાશચંદ നോക്കട്ടെ. નામના એક વ્યક્તિએ ഗ്രാമത്തിൽ મારી માતાનું વર્ષોથી എന്റേത് વ્યાજના નામે മാത്രമാണ് શોષણ કર્યું ഭരണം. અને ધમકી આપી. സംഗീത અંતે അവന്റെ જેસીબીનો ઉપયોગ કરીને കണ്ണുകളിലേക്ക് ઘર നോക്കി તોડી പറഞ്ഞു, નાખ્યું. અમારી પાસે પુરાવા നിന്റെ છે. ഭരണം વિડિયો ഇപ്പോൾ સોશિયલ મીડિયા પર അവസാനിച്ചു. વાયરલ થયો છે. നീ ઇન્સ્પેક્ટર എന്റെ એક ક્ષણ അമ്മയെ માટે શંકાશીલ കരയിപ്പിച്ചു. બન્યો. അവരുടെ જુઓ, આ വീട് પ્રકાશચંદનો મામલો છે. തകർത്തു તે ગામનો ഗ്രാമീണരുടെ એક મોટો രക്തം માણસ છે. ഊറ്റിയെടുത്തു. તેની સામે જવું સહેલું ഇപ്പോൾ નથી. നിനക്ക് ઉપરથી നിന്റെ દબાણ આવી શકે കുറ്റങ്ങൾക്ക് છે. ശിക്ഷ તેણે ലഭിക്കും. કહ્યું. કિરણ તરત જ વસંતન આગળ આવી. ദേഷ്യത്തോടെ તેણે പറഞ്ഞു, પોતાનું સૈનિક આઈડી કાર્ડ ટેબલ પર സൈന്യത്തിലെ મૂક્યું. രണ്ട് હું പെൺകുട്ടികൾ લેફ્ટનન્ટ કિરણ വന്നാൽ શર્મા, ભારતીય എനിക്ക് સેના. എന്ത് ചെയ്യാൻ સોનલે પણ കഴിയും? પોતાનું આઈડી કાર્ડ બતાવ્યું. പോലീസ് હું કેપ્ટન എന്റെ સોનલ શર્મા. പോക്കറ്റിലാണ്. હવે તમને સમજાયું કે અમે അക്ഷിത કોણ છીએ. അലറി, જો તમે ഇനി તરત നിന്റെ જ FIR പോക്കറ്റ് દાખલ નહીં કરો તો આ મામલો SP കാരണം અને ഇന്നു SDMની മുതൽ ઓફિસમાં પહોંચી നിയമമാണ് જશે. സംസാരിക്കുന്നത്. ત્યારે તમારી નોકરી બચાવવી સહેલી ഇൻസ്പെക്ടർ નહીં હોય. ആജ്ഞാപിച്ചു. ઇન્સ્પેક્ટર ચોંકી ગયા. കയ്യാമം വെക്കൂ. તેના ચહેરા પર ડર સ્પષ્ટ പോലീസുകാർ હતો. ഉടൻ ઠીક തന്നെ છે, મેડમ, માફ വസന്തന് કરશો. കയ്യാമം મેં വെച്ചു. તમને ઓળખ્યા નહીં. હું અત્યારે જ રિપોર્ટ ഗ്രാമീണരെല്ലാം લખું അവിടെ છું. കൂടി. તેણે તરત જ FIR ആദ്യമായി દાખલ કરી. അവർ വസന്തനെ ગેરકાયદેસર നിസ്സഹായനായി નાણાકીય കണ്ടു. વ્યવહાર, ધમકી આપવી અને સ્ત્રીകൾ ઘર તોડી અડക്കം નાખવાના പറഞ്ഞു. આરોપો લગાવવામાં നോക്കൂ, આવ્યા. ഇത്രയും വർഷം સોનલે કહ્યું, നമ്മളെ અત્યારે જ ഭയപ്പെടുത്തിയ પ્રકાશચંદની ആൾ ધરપકડ ഇപ്പോൾ કરો. കയ്യാമം വെച്ച് ઇન્સ્પેક્ટર നിൽക്കുന്നു. ખચકાયો. મેડમ, અત્યારે સાંજ അവർക്ക് થઈ ગઈ છે, સવારે സന്തോഷം ધરપકડ કરીશું. അടക്കാനായില്ല. કિરણે ગુસ્સાથી કહ્યું, സംഗീതയും સવારે કેમ? അക്ഷിതയും મારી માતાનું ઘર ഗ്രാമത്തിന് સાંજે ഒരു નહોતું പുതിയ તોડાયું. പ്രതീക്ഷ ધરપકડ પણ നൽകിയിരുന്നു. અત્યારે જ થવી જોઈએ. അടുത്ത ઇન્સ્પેક્ટર પાસે ദിവസം બીજો કોઈ ഉച്ചയ്ക്ക് રસ્તો નહોતો. സബ് પોલીસ ഡിവിഷണൽ કર્મીઓ જીપ മജിസ്ട്രേറ്റ് તૈયાર કરવા લાગ્યા. കോടതിയിലെത്തി. સોનલ અને કિરણ તેમની સાથે വസന്തനെ જીપમાં બેઠા. പോലീസ് સાંજે സംരക്ഷണയിൽ પોલીસ જીપ കൊണ്ടുവന്നു. પ્રકાશચંદના મોટા ઘર સામે ഡസൻ પહોંચી. കണക്കിന് પોલીસને ഗ്രാമീണർ જોઈને તેના അവിടെ ગુંડાઓ ഒത്തുകൂടി. ગભરાઈ ગયા.
ઇન્સ્પેક્ટરે કહ્યું, દરવાજો ખોલો, અમારે પ્રકાશચંદને મળવું છે. અંદરથી પ્રકાશચંદનો અવાજ આવ્યો, કોણ છે? આ સમયે કેમ હંગામો કરો છો? દરવાજો ખુલ્યો. પોલીસ ઘરની અંદર ગઈ. પોલીસ અને સોનલ કિરણને જોઈને પ્રકાશચંદ હસ્યો. વાહ, તો મજા આવી ગઈ. આટલા વર્ષોથી મને કોઈની ધરપકડ કરવાની હિંમત નહોતી. જોઈએ કોણ મારી ધરપકડ કરે છે. ગામમાં મારું જ રાજ ચાલે છે. સોનલે તેની આંખોમાં જોઈને કહ્યું, તારું રાજ હવે સમાપ્ત થઈ ગયું છે. તે મારી માતાને રડાવી તેનું ઘર તોડ્યું ને ગામ લોકોનું લોહી ચૂસી લીધું. હવે તને તારા ગુનાઓની સજા મળશે. પ્રકાશચંદે ગુસ્સાથી કહ્યું, સેનાની 2 છોકરીઓ આવશે તો શું થશે? પોલીસ મારી ખિસ્સામાં છે. કિરણે ગર્જના કરી, હવે તારું ખિસ્સું ખાલી થઈ જશે, કારણ કે આજથી કાયદો બોલશે. ઇન્સ્પેક્ટરે આદેશ આપ્યો, હાથકડી પહેરાવો. પોલીસ કર્મીઓએ તરત જ પ્રકાશચંદને હાથકડી પહેરાવી. ગામ લોકો ત્યાં ભેગા થયા. પહેલીવાર તેમણે પ્રકાશચંદને લાચાર જોયો. મહિલાઓ ધીમે ધીમે વાત કરવા લાગી, જુઓ, આ માણસ જેણે આટલા વર્ષોથી આપણને ડરાવ્યા હતા, તે આજે હાથકડી પહેરીને ઊભો છે. તેમની ખુશીની કોઈ સીમા નહોતી. સોનલ અને કિરણે ગામને એક નવી આશા આપી હતી. બીજા દિવસે બપોરે કેસ સબ ડિવિઝનલ મેજિસ્ટ્રેટ કોર્ટમાં પહોંચ્યો. પ્રકાશચંદને પોલીસ સુરક્ષામાં લાવવામાં આવ્યો. ડઝનબંધ ગામ લોકો ત્યાં એકઠા થયા હતા. એસડીએમએ પૂછ્યું, શું થયું તે કહો, પુરાવા રજૂ કરો. સોનલે મોબાઈલ પર વાયરલ થયેલો વિડિયો બતાવ્યો. વિડિયો જોઈને એસડીએમ ગંભીર થઈ ગયા. આ સ્પષ્ટ ગુનો છે. ગામ લોકોએ નિવેદન આપવાનું શરૂ કર્યું. એક વૃદ્ધ વ્યક્તિએ કહ્યું, સર, વ્યાજના નામે તેણે અમારી જમીન હડપી લીધી. એક સ્ત્રીએ કહ્યું, જ્યારે પૈસા પાછા આપવામાં મોડું થયું ત્યારે તેણે મારા પતિને માર માર્યો. લક્ષ્મીએ ડર વગર નિવેદન આપ્યું, પ્રકાશચંદે મારું જીવન બરબાદ કર્યું. તેણે મારું ઘર તોડ્યું, મારું આત્મસન્માન તોડી નાખ્યું. તેના શબ્દોમાં પીડા અને હિંમત ભરેલી હતી. એસડીએમએ આદેશ આપ્યો, પ્રકાશચંદની સંપત્તિની તપાસ કરો. બેંક ખાતા ફ્રીઝ કરો. તેને જ્યુડિશિયલ કસ્ટડીમાં મોકલો. તપાસમાં જાણવા મળ્યું કે પ્રકાશચંદે છેલ્લા 15 વર્ષમાં સેંકડો ગરીબ લોકોનું શોષણ કરીને તેમની જમીન હડપી લીધી હતી. જિલ્લા અદાલતમાં કેસ ચાલતો રહ્યો. સોનલ અને કિરણે માતા સાથે રહીને નિવેદન આપ્યું. સોનલે કહ્યું, માનનીય કોટા માણસે માત્ર મારી માતાનું જ નહીં પણ આ ગામના દરેક ગરીબ પરિવારનું શોષણ કર્યું છે. હવે તેમને ન્યાય મળવો જોઈએ. ઘણા ગામ લોકો પણ સાક્ષી આપવા આવ્યા. જિલ્લા અદાલતમાં સુનાવણી ઘણા દિવસો સુધી ચાલી. પ્રકાશચંદના વકીલે તેને બચાવવાનો પ્રયાસ કર્યો, પણ સોનલ અને કિરણે મજબૂત પુરાવા અને નિવેદનો રજૂ કર્યા. છેલ્લે ચુકાદો આપવાનો દિવસ આવ્યો. કોર્ટરૂમમાં મોટી ભીડ હતી. લક્ષ્મી અને તેની દીકરીઓ તેમની નજીક બેઠા હતા. ન્યાયાધીશે ચુકાદો સંભળાવ્યો. કોર્ટે આરોપી પ્રકાશચંદને દોષિત માન્યો છે. તેણે કરેલા ગુનાઓ માટે કોર્ટે તેને સખત સજા આપવાનું નક્કી કર્યું છે. ચુકાદો સાંભળીને પ્રકાશચંદનો ચહેરો ફિક્કો પડી ગયો. તેને વિશ્વાસ ન થયો. ન્યાયાધીશે આગળ કહ્યું, પ્રકાશચંદને 10 વર્ષની જેલ, તેની ગેરકાયદેસર સંપત્તિ જપ્ત કરો. ગરીબ પરિવારોને વળતર આપો. ગામમાં નાણાકીય લેવડ દેવડ પર પ્રતિબંધ મૂકો. કોર્ટરૂમમાં ખુશીનો અવાજ ગુંજી ઉઠ્યો. ગામ લોકો એકબીજાને ગળે લગાવીને રડ્યા. હવે કોઈ આપણને દબાવી શકશે નહીં, તેમણે કહ્યું. લક્ષ્મીની આંખોમાં ખુશીના આંસુ હતા. તેણે બાળકોને ગળે લગાવી. તમે મારી સાચી શક્તિ છો. જો તમે ન હોત તો હું આ લડાઈ એકલી જીતી ન શકી હોત. સોનલે કહ્યું, ના, મારી હિંમતે જ અમને શક્તિ આપી. કિરણે હસતા હસતા કહ્યું, હવે આપણા જેવું દુઃખ કોઈ સહન નહીં કરે. પ્રકાશચંદની ગેરકાયદેસર સંપત્તિ જપ્ત કરવામાં આવી અને તે ગરીબ પરિવારોને પાછી આપવામાં આવી. પ્રકાશચંદની ધમકીને કારણે જેમણે જમીન ગુમાવી હતી તેમને તે પાછી મળી. ગામના લોકો ખુશ હતા. ગામ લોકોએ લક્ષ્મીનું ઘર ફરીથી બનાવવા માટે એકસાથે આવ્યા. એક જ દિવસમાં તેમણે ઘર પૂર્ણ કર્યું, પહેલા કરતાં વધુ સુંદર ઘર. લક્ષ્મીની ખુશીની કોઈ સીમા નહોતી. તેણે ગામ લોકોનો આભાર માન્યો. આ ઘર મારું નથી, આપણા બધાનું ઘર છે, તેણે કહ્યું. ગામની મહિલાઓએ લક્ષ્મી અને તેની દીકરીઓ સામે જોઈને કહ્યું, આ માતા અને દીકરીઓ આપણા માટે પ્રેરણા છે. દીકરીઓ ભગવાનનો સૌથી મોટો આશીર્વાદ છે. તે
દિવસ પછી ગામમાં ડરને બદલે સમાનતા અને હિંમતનું વાતાવરણ આવ્યું. લક્ષ્મીએ દીકરીઓ સામે જોઈને વિચાર્યું, હાદી કર્યો ભગવાનનો સૌથી મોટો આશીર્વાદ છે.